അതായത് ഇന്ന് കുറെ അധികം ആൾക്കാർ ജീവിതം ജീവിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു രീതി ഞാൻ പറയട്ടെ. ലിവിങ് ലൈഫ് സാലറി ടു സാലറി. അതായത് മാസത്തിന്റെ തുടക്കത്തിൽ സാലറി കിട്ടുന്നു, എന്നിട്ട് ആ മാസം ത്രൂ ഔട്ട് ആ പൈസ പലവിധ കാര്യങ്ങൾക്കായി പയ്യെ 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 ചെലവാക്കി കൊണ്ടുപോകുന്നു. മാസാവസാനമാകുമ്പോഴേക്കും ആ പൈസ തീർന്നു പോകുന്നു. എന്നാൽ എന്താ, പുതിയ മാസമാകുന്നു, പുതിയ സാലറി കിട്ടുന്നുണ്ടല്ലോ. കഥ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഓൾറെഡി മോശമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണേ. ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ജീവിതശൈലി എന്തായിരിക്കും? ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. മാസത്തിന്റെ തുടക്കത്തിൽ സാലറി വരുന്നു, പോയി. എവിടെ പോയി? ആ തുടക്കത്തിൽ തന്നെ ആ പൈസയുടെ വലിയൊരു ശതമാനവും ലോൺ തിരിച്ചടക്കാനായിട്ട്, കടം തിരിച്ചടക്കാനായിട്ട് EMI രൂപത്തിൽ പല വിധത്തിലേക്ക് ബാങ്കുകളിലേക്ക് പോയി. ബാക്കിയുള്ളത് ചെറിയ പൈസയാണ്. ആ ചെറിയ പൈസ വെച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതം തള്ളി നീക്കുന്നു. മാസാവസാനമാകുന്നു, പിന്നെയും പൈസ തീരുന്നു, പുതിയ സാലറി വരുന്നു. എന്ത് സംഭവിക്കുന്നു? EMI ആയിട്ട് പിന്നെയും പൈസ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിതം ജീവിക്കുന്ന കുറേയധികം ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് നേരിട്ട് അറിവുണ്ടാകും, ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ടിക്കിംഗ് ടൈം ബോംബാണ്. അതായത് ഇങ്ങനെ ജീവിതം ജീവിക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കേസ് 1 പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. എന്നാലാണ് കേസ് 2 നമ്മുടെ കടക്കണിയുടെ പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പൊ കേസ് 1 പ്രശ്നം എന്താണ്? അതിൽ സാലറി ടു സാലറി ജീവിക്കുകയാണ്. മാസാവസാനമാകുമ്പോൾ പൈസ തീർന്നു പോകുന്നുണ്ട്. ഇവിടെ 2 മേജർ പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എന്തെങ്കിലും എത്തണമെന്നല്ലേ? നമ്മളെ പൈസയെ കൊണ്ട് പൈസ ഉണ്ടാക്കിപ്പിച്ചിട്ട് എന്തെങ്കിലും പണിയെടുക്കാതെ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റണം. പണിയെടുക്കാതെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പണി എടുത്തുകൊണ്ട് പൈസക്ക് വേണ്ടി പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റണം. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റണം. ഈ കേസ് 1 പോലെ ജീവിച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പൈസ ബാക്കിയില്ല. പിന്നെ എങ്ങനെയാണ് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നാളത്തേക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കാൻ സാധിക്കുക? ഒരിക്കലും പറ്റുന്നില്ല. രണ്ടാമത്തെ പ്രശ്നമാണ് വലിയ പ്രശ്നം. എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ, വയ്യാതാവുകയാണെങ്കിൽ, മറ്റാർക്കെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാതാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പൈസയൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ജോലിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ചെലവുകൾക്ക് പൈസ ഇല്ല. എന്ത് സംഭവിക്കും? ഒന്നില്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും, അല്ല എങ്കിൽ ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതൊക്കെ കൊണ്ടാണ് കേസ് 1 മോശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേസ് 2 വരാം. കേസ് 2 ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ജീവിതശൈലി. കേസ് 2 പ്രശ്നങ്ങൾ എന്താണ്? ഈ കേസ് 1 പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കേസ് 2 ഉണ്ട്. എന്നാൽ കേസ് 2 ഒരു എമർജൻസി വരികയാണെങ്കിൽ തീർന്നു എന്ന് തന്നെ വിചാരിക്കാം. ജീവിതത്തിന്റെ ഗതി മുഴുവനായി മാറിപ്പോകും. കേസ് 2 എന്നുള്ള രീതിയിൽ ജീവിക്കുകയാണ്. അതായത് ഇൻകത്തിന്റെ വലിയൊരു ശതമാനവും EMI അടച്ച് എങ്ങനെയെങ്കിലും ജീവിതം ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തായാലും ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നില്ല. ഒരു എമർജൻസി കൂടി വരികയാണ് എങ്കിൽ ഈ ലോണുകളെല്ലാം ഡിഫോൾട്ടിലേക്ക് പോകും. ഈ ലോണുകൾ ഡിഫോൾട്ടിലേക്ക് പോയാൽ അതൊരു റിയൽ കടക്കെണിയായി മാറി, ഒരു ഡെറ്റ് ട്രാപ്പായി മാറി. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം പാടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കേസ് 2 പോലെ ജീവിക്കുകയാണെങ്കിൽ ബേസിക്കലി യു ആർ 1 എമർജൻസി അവേ ഫ്രം സീയിങ് യുവർ ലൈഫ് ബിക്കമിങ് എ ഡിസാസ്റ്റർ. ജീവിതം ഒരു ഡിസാസ്റ്റർ ആകുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയും ഒരു എമർജൻസി വരികയുമാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ലോണുകൾ ഡിഫോൾട്ടിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. ബാങ്കുകാർ വീട്ടിൽ വരും, വിളിക്കും, ഹറാസ്മെന്റ് ആണ്. മാനസികമായിട്ടുള്ള എല്ലാ സമാധാനവും, പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. അങ്ങനെ മാനസികമായി സമാധാനം നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹെൽത്ത് നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഹെൽത്ത് നഷ്ടപ്പെടുന്നു, മനസമാധാനം നഷ്ടപ്പെടുന്നു, റിലേഷൻഷിപ്സ് എഫക്റ്റ് ആകുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് 3 പില്ലറാണ്: ഹെൽത്ത്, വെൽത്ത്, റിലേഷൻസ്. ഈ കേസ് 2 ജീവിച്ചുകൊണ്ട് ഒരു എമർജൻസി വരികയാണെങ്കിൽ ജീവിതത്തിന്റെ ഈ എല്ലാ പില്ലറും നശിച്ചിട്ട് ജീവിതം ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു കുഴിയിലേക്ക് പോയി പോകും. ജീവിതത്തിന്റെ ഗതി പോലും മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത്രമാത്രം ഡേഞ്ചറസ് ആണ് ഈ കേസ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ജീവിതത്തിലെ വരുമാനത്തിലെ ഒരു വലിയ ശതമാനവും EMI പോകുന്ന ഒരു രീതിയിൽ ജീവിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അല്ലാതെ ലോണുകൾ ഒരു പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. അപ്പൊ ലോൺ എന്ന് പറയുന്നത് മോശം പ്രൊഡക്റ്റ് അല്ല, ഇൻഹറന്റ്ലി ഒരു മോശം പ്രൊഡക്റ്റ് അല്ല. എന്നാൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് അതൊരു മോശം പ്രൊഡക്റ്റ് ആകുന്നത്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കരുതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലോൺ എടുക്കാം, എന്നാൽ ഈ EMI നമ്മുടെ സാലറിയുടെ വലിയൊരു ശതമാനമാകുമ്പോഴാണ് പണി പാളി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമായി മാറിയിട്ടുണ്ട്, വളരെ നോർമൽ ആയിട്ടുള്ളൊരു സംഭവമായി മാറിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റും എത്ര അധികം ആൾക്കാരാണ് ഇതുപോലെ ഒരു വലിയൊരു ഡെറ്റ് ട്രാപ്പിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ജീവിതശൈലി നയിക്കുന്നത്. അപ്പോൾ അവിടെ നമ്പേഴ്സും ഇത് ക്ലിയർലി പറയുന്നുണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു സർവേയിൽ വന്ന നമ്പർ വായിച്ചിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലെയും ആൾക്കാരുടെ ഡെറ്റ് അസറ്റ് റേഷ്യോ ഇവർ നോക്കി.
അതിൽ ഒന്നാമത് എത്തി നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ആൾക്കാരാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലെയും ആൾക്കാരെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കടം എടുത്ത് ജീവിക്കുന്നത് നമ്മുടെ മലയാളികളാണ് എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന നമ്പർ എന്താന്ന് വെച്ചാൽ കേരളത്തിൽ എന്തായാലും കുറെ ഗോൾഡ് ലോൺ കമ്പനികൾ ഉണ്ട് നമുക്കറിയാം. ഈ കേരളത്തിലുള്ള 3 ഏറ്റവും ടോപ്പിലുള്ള ഗോൾഡ് ലോൺ കമ്പനികളുടെ ഗോൾഡ് റിസർവ് നോക്കുകയാണെങ്കിൽ അത് 300 ടൺ ഗോൾഡ് ആണ്. അത്രയും ഗോൾഡാണ് മലയാളികൾ അവിടെ കൊണ്ടുവച്ചിട്ട് ലോൺ എടുത്തിരിക്കുന്നത്. ഇതിനൊരു പെർസ്പെക്റ്റീവ് തരാനായിട്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഗോൾഡ് റിസർവ് എന്ന് പറയുന്നത് പോലും 900 ടണ്ണ് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം എത്ര ഗോൾഡാണ് മലയാളി പണയം വെച്ച് ലോൺ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1, മലയാളികൾ കുറെ അധികം ലോൺ എടുക്കുന്നുണ്ട്. 2, കുറേയധികം ആൾക്കാരുടെ ജീവിതത്തിലെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനവും ലോൺ അടക്കാനാണ് ഉപയോഗിച്ച് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ വളരെ ഡേഞ്ചറസ് ഒരു സിറ്റുവേഷൻ ആണ്. ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. 3, ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ ഇതിൽ നിന്ന് തിരിച്ചു കയറുന്നത്, ഈ സിറ്റുവേഷൻ ഇല്ലാതാക്കുന്നത് ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി. അപ്പൊ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് തരാനാണ്. വളരെ ആക്ഷനബിൾ ആയിട്ടുള്ള, വളരെ റിയൽ ആയിട്ടുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം പോയി ചെയ്ത് തീർക്കാൻ പറ്റുന്ന 4 സ്റ്റെപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 4 സ്റ്റെപ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും എഫക്റ്റീവായിട്ട്, ഏറ്റവും പലിശ കുറച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലോണുകളെല്ലാം അടച്ചു തീർക്കാൻ പറ്റും. ഇത് ഭയങ്കര മാജിക്കലായിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് വളരെ ആക്ഷനബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക. ഈ സ്റ്റെപ്സ് മുഴുവനായി പഠിക്കാൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, എത്രയും പെട്ടെന്ന് കടങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പൊ നമ്മുടെ 4 സ്റ്റെപ്പ് പ്രോസസ്, നമ്മുടെ സൊല്യൂഷൻ പഠിക്കുന്നതിന് മുമ്പ് ലോണിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സൊല്യൂഷൻ നന്നായി നമുക്ക് മനസ്സിലാകുള്ളൂ, സൊല്യൂഷന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഇടയിൽ പലരും ലോൺ എടുക്കുന്നവരാണ്, ലോണിനെ പറ്റി അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ലോണിന്റെ ശരിക്കുമുള്ള ഒരു സ്വഭാവം, ശരിക്കുമുള്ള ഡിസൈൻ, ശരിക്കുമുള്ള നേച്ചർ അറിഞ്ഞാൽ ശരിക്കും നിങ്ങളൊന്ന് നെട്ടും. അപ്പൊ ഇതിവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ലോൺ എടുത്തിട്ട് നമ്മൾ ലോണിലേക്ക് പൈസ തിരിച്ചടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മുഴുവൻ തിരിച്ചടവ് തുക നോക്കുകയാണെങ്കിൽ അതിലെ വലിയൊരു ശതമാനവും പോകുന്നത് ഇൻട്രസ്റ്റിലേക്കാണ്, പലിശയിലേക്കാണ്. അപ്പൊ ലോൺ എല്ലാം തിരിച്ചടച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്രയാണോ ലോൺ എടുത്തത് അതിനേക്കാൾ വലിയ പൈസ ചിലപ്പോൾ നമ്മൾ പലിശയായിട്ട് തിരിച്ചടക്കുന്നുണ്ടാകും. അപ്പൊ ലോണിൽ ബൈ ഡിസൈൻ തന്നെ പലിശയുടെ ഘടകം വളരെ വലുതാണ്. ഇന്ന് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് 8%, 9%, 10% ഒക്കെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതെല്ലാം അവരുടെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്. അവസാനം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പലിശ വളരെ വലുത് തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു EMI കാൽക്കുലേറ്ററിൽ പോയിട്ട് ഒരു സംഭവം കണ്ടു നോക്കാം, വിശദമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ വന്നിട്ട് EMI കാൽക്കുലേറ്റർ മാർക്കറ്റ് ഫീഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ EMI കാൽക്കുലേറ്റർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്നത് മാർക്കറ്റ് ഫീഡിനെ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗ് അവൈലബിൾ ആണ്. ഒരു ക്യാപിറ്റൽ കൊണ്ട് 2 റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വെബിനാർ അറ്റൻഡ് ചെയ്താൽ എല്ലാ വിശദ വിവരങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഓഫറിംഗ് നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് തൽക്കാലം ക്ലോസ് ചെയ്യാം. നമുക്ക് നമ്മുടെ EMI കാൽക്കുലേറ്ററിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു EMI കാൽക്കുലേറ്ററിൽ നമുക്ക് 50 ലക്ഷത്തിന്റെ ഒരു ഹോം ലോൺ എടുക്കുന്ന എക്സാമ്പിൾ എടുക്കാം. 9% ഇൻട്രസ്റ്റിലാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 10 വർഷത്തിലേക്കാണ് ഈ ഹോം ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക. 10 വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ 63,000 രൂപയാണ് EMI വരുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ, ഈ 10 വർഷത്തേക്ക് മുഴുവൻ അടച്ചു കഴിയുമ്പോൾ 26 ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചടക്കുന്നത്. എന്നാൽ ബാങ്കുകളുടെ കളി ഇവിടെയല്ല. ബാങ്ക് പറയുന്നത് എന്താണ്? സാറേ 10 വർഷത്തേക്ക് ടൈം പീരീഡ് വെക്കണ്ട, ഒരു 30 വർഷത്തേക്ക് വെച്ചോളൂ. ഹോം ലോൺ അല്ലേ, പയ്യെ അടച്ചു പോകാലോ. 30 വർഷത്തേക്ക് എടുത്താൽ എന്താണ്, EMI വെറും 40,000 ഉള്ളൂ. അപ്പൊ EMI കുറയുന്നു എന്ന് കാണുമ്പോൾ പലരും ടെന്യോർ കൂട്ടിയിട്ട് ലോൺ എടുക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻട്രസ്റ്റ് എമൗണ്ട് നോക്കിയേ, 94 ലക്ഷം രൂപയായി. ലോൺ എമൗണ്ട് എത്രയാണ്? 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയുടെ ലോൺ തിരിച്ചടച്ചു വന്നപ്പോഴേക്കും 94 ലക്ഷം രൂപ പലിശ അടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇതാണ് ആദ്യത്തെ പോയിന്റ്, അതായത് പലിശയായിട്ട് തന്നെ വലിയ പൈസ അടക്കുന്നു എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇതിനേക്കാൾ ഹാർഡ് ഹിറ്റിംഗ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഈ തിരിച്ചടക്കുന്ന പൈസ ഉണ്ടല്ലോ, ആദ്യത്തെ വർഷങ്ങളിൽ നമ്മൾ തിരിച്ചടക്കുന്നത് പലിശ മാത്രമാണ്.
നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടക്കുന്നത് അവസാനത്തെ വർഷങ്ങളിലാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ 30 വർഷത്തേക്കാണല്ലോ നമ്മൾ ഈ ലോൺ എടുത്തിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ലോണാണ്. ഒരു 15 വർഷം, അതായത് പകുതി കാലയളവ് നമ്മൾ തിരിച്ചടക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? ഈ 50 ലക്ഷത്തിന്റെ നമ്മൾ എടുത്ത ലോണിന്റെ എമൗണ്ട് കുറഞ്ഞു ഒരു പകുതിയെങ്കിലും ആകും, ഒരു 25 ലക്ഷമെങ്കിലും ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ? നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. സി ഹൗ യുവർ ലോൺ ഇസ് പെയ്ഡ് ഓവർ ടൈം. അപ്പൊ 2025 ലോൺ എടുത്താണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ 2040 ആയി. 2040 വന്ന് നോക്കുകയാണെങ്കിൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയേ, 40 ലക്ഷം രൂപ അപ്പോഴും ബാലൻസ് ആണ്. മനസ്സിലാക്കുന്നുണ്ടോ? അതായത് 50 ലക്ഷം ലോൺ എടുത്തു, 15 വർഷം നമ്മൾ തിരിച്ചടച്ചു, അപ്പോഴും ലോൺ തുക ബാക്കി 40 ലക്ഷം. അപ്പോൾ കുറെ നാളൊക്കെ ലോൺ എടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാൻ, കുറെ നാൾ ലോൺ തിരിച്ചടച്ചിട്ട് അത് സെറ്റിൽ ചെയ്യാൻ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മുടെ ബാലൻസ് അപ്പോഴും കുറെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ സംഭവം ഒന്നുമല്ല, തുടക്കത്തിൽ 2025 നോക്കിയേ, നമ്മൾ അടക്കുന്ന EMI 40,000ന്റെ EMIയിൽ 2,731 മാത്രമേ നമ്മുടെ പ്രിൻസിപ്പളിലേക്ക് പോകുന്നുള്ളൂ. 37,500 രൂപയും ഇൻട്രസ്റ്റ് ആണ്. അവസാനത്തെ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 2055 നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിലേക്ക് കുറച്ച് പൈസയെ പോകുന്നുള്ളൂ, പ്രിൻസിപ്പളിലേക്കാണ് വലിയ പൈസ പോകുന്നത്. എന്ത് മനസ്സിലായി? ലോൺ ബൈ ഡിസൈൻ തന്നെ. ആദ്യം പലിശ വളരെ വലുതാണ്, ആദ്യകാലങ്ങളിൽ ആ പലിശ മാത്രമേ നമ്മൾ അടക്കുന്നുള്ളൂ, പ്രിൻസിപ്പൾ അടക്കുന്ന അവസാനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജേണിയാണ് ലോണിന് ബൈ ഡിസൈൻ ഉള്ളത്. ഇത് നിങ്ങൾ ശക്തമായി മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ 4 സ്റ്റെപ്പ് സൊല്യൂഷന്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ പണ്ട് കാലത്ത് പല വീഡിയോയിൽ ചെയ്ത പോലെ ഇതിലും ഒരു ഗൂഗിൾ ഷീറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഷീറ്റ് കാണിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുക. ആ ഷീറ്റ് താഴത്തെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഒരു കോപ്പി ഉണ്ടാക്കാൻ സാധിക്കും. ആ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്കും ഇതിൽ കണ്ടു പഠിക്കുന്ന കാര്യങ്ങൾ നേരെ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 സ്റ്റെപ്പ് പ്രോസസ്സ് പഠിക്കാം. ഇതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്, ഗെറ്റ് ക്ലാരിറ്റി എന്നുള്ളതാണ്. അതായത് ഗെറ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത്, ഞാൻ ചുറ്റും നോക്കുമ്പോൾ കുറെ അധികം ആൾക്കാർ കുറെ ലോണുകളുമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് തന്നെ അറിയില്ല ഇവർക്ക് എക്സാക്ട്ലി എത്ര ലോൺ ഉണ്ട്, ഓരോ ലോണിലും എത്ര ടെന്യൂർ ബാക്കിയുണ്ട്, ഓരോ ലോണിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഓരോ ലോണിലും സ്പെസിഫിക്കലി എത്ര പൈസ ബാക്കിയുണ്ട്. ഈ ഒരു ക്ലാരിറ്റി തന്നെ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ക്ലാരിറ്റി തന്നെ ഇല്ല എങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും എക്സലൻസിലേക്ക് പോകാനും കാര്യങ്ങൾ ബെറ്റർ ആക്കാനും പറ്റില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് ക്ലാരിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്കും തരുന്ന ഷീറ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കി കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷീറ്റിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ട് ഇത് ഒരാളുടെ എക്സാമ്പിൾ എടുത്തിട്ട് ഒരു കേസ് സ്റ്റഡി എടുത്തിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ശരാശരി ആളുടെ ഒരു ജീവിതത്തിൽ ജീവിച്ചു പോകുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലോൺ ഉണ്ടാകും, പേഴ്സണൽ ലോൺ ഉണ്ടാകും, അല്ലെ? ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ, നേരത്തെ പറഞ്ഞ പോലെ കല്യാണം നടത്താനാകാം, ട്രിപ്പ് പോകാനാകാൻ പോലും ആൾക്കാർ പേഴ്സണൽ ലോൺ എടുക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടാകാം. എഡ്യൂക്കേഷൻ ലോൺ പലപ്പോഴും ഉണ്ടാകും. ഇവിടെ ഒരു 10 ലക്ഷം രൂപയുടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. വെഹിക്കിൾ ലോൺ, വണ്ടി വാങ്ങൽ ഒക്കെ വളരെ നോർമലാണ്. 10 ലക്ഷം രൂപയുടെ വെഹിക്കിൾ ലോൺ, ഒരു കാർ ലോൺ എടുത്തിട്ടുണ്ട്. ഹോം ലോണും എടുത്തിട്ടുണ്ട് 30 ലക്ഷം രൂപയുടെ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കേസ് എടുത്തതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ലോൺസ് ഉള്ളത് ആ ലോണിന്റെ പേര്, ആ ലോണിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇടുക. ഇതുവരെ നിങ്ങൾ ലോൺ കുറച്ച് അടച്ചിട്ടുണ്ടാകുമല്ലോ, എത്രയാണ് ബാക്കിയുള്ളത്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ബാക്കിയുള്ളത് എന്നുള്ളത് ഇവിടെ ഇടുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ 75,000 രൂപ ബാക്കിയുണ്ട്, പേഴ്സണൽ ലോണിൽ 3 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓരോ ലോണിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ വന്ന് വ്യക്തമായിട്ട് ഇടുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല, സമയം കളയണ്ട. നിങ്ങളുടെ ബാങ്കിലെ മാനേജറെ വിളിച്ചിട്ടോ റിലേഷൻഷിപ്പ് മാനേജറെ വിളിച്ചിട്ടോ നിങ്ങളെ ഇൻട്രസ്റ്റ് പെർസെന്റേജ് ഓഫ് ഈച്ച് ലോൺ മനസ്സിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടുക. ഓരോ ലോണിലേക്കും അടക്കുന്ന EMI നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതുക. ഓരോ ലോണിലേക്കും ബാക്കിയുള്ള EMI കൂടി ഇവിടെ എഴുതുക. അപ്പൊ ഇത്രയും എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോലും ഇതുവരെ ഉണ്ടാകാൻ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഇല്ല? വളരെ വ്യക്തമായ ഒരു വിസിബിലിറ്റി കിട്ടുകയാണ് എന്താണ് ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത്. കുറച്ചുകൂടി വിസിബിലിറ്റിയും ക്ലാരിറ്റിയും കിട്ടുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. മന്ത്ലി EMIയുടെ ടോട്ടൽ ഇവിടെ എഴുതുക. ഇയാളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 65,382 രൂപയാണ് ടോട്ടൽ EMI ഉള്ളത്. അതിന്റെ താഴെ വന്നിട്ട് നിങ്ങളുടെ മന്ത്ലി ഇൻകം എന്താണെന്ന് എഴുതുക. ഇയാളുടെ കേസിൽ അത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ താഴെ എന്ത് കിട്ടും? നിങ്ങളുടെ EMI ഇൻകം റേഷ്യോ കിട്ടും. അതിവിടെ ഉള്ളത് 65%. അതായത് ഇൻകത്തിന്റെ 65%, മന്ത്ലി ഇൻകത്തിന്റെ 65% EMI അടച്ചു പോവുകയാണ്. ഇതൊരു നല്ല കേസാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിന്നൊക്കെയാണ് ഒരു അലാം റൈസ് ആകേണ്ടത്. നിങ്ങൾ ഇത് കണ്ടിട്ട് ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ പേടിക്കണം, ഇത് ശരിയല്ലല്ലോ എന്നുള്ളത്. ഒരു പോപ്പുലർ പേഴ്സണൽ ഫൈനാൻസ് തിയറി ഉണ്ട്, കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, 50-30-20 റൂൾ. ഈ 50-30-20 റൂൾ പറയുന്നത് നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 50% നിങ്ങളുടെ നീഡ്സിലേക്ക് പോവുക. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ബേസിക് ഫുഡ്, അല്ലെ, ഷെൽട്ടർ, താമസം, ക്ലോത്ത്സ്, അങ്ങനെയുള്ള ബേസിക് ആവശ്യങ്ങളിലേക്ക് 50% ഓഫ് ഇൻകം പോവുക.
30% വോൺസിലേക്ക് പോവുക അല്ലെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് 30% ഓഫ് ഇൻകം പോവുക, പുറത്തുപോയി ഭക്ഷണം കഴിക്കൽ, സിനിമ കാണാൻ പോകൽ, അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് 30% ഉപയോഗിക്കുക. അവസാനത്തെ 20% സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെന്റിലേക്കും പോവുക, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലാർജർ റൂൾ നിലനിൽക്കുകയെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മാസ വരുമാനത്തിന്റെ എത്ര ശതമാനം ലോൺ അടക്കുന്നത് ഓക്കെയാണ് എന്ന് തോന്നുന്നു? ഞാൻ പറയും ഒരു 20-30% ഒക്കെ തന്നെ സ്ട്രെച്ചാണ് അല്ലേ. ഒരു 30% മുകളിലേക്ക് ഇൻകത്തിന്റെ ലോൺ തിരിച്ചടക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോശമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ നമ്പേഴ്സ്, വളരെ റിയൽ ആയിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇടുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ EMI ഇൻകം റേഷ്യോ എത്രയാണ്. അത് പറഞ്ഞതുപോലെ 30-ന്റെയും 20-ന്റെയും മേലെയാണെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ്. അത് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരികയാണ്. യു ഷുഡ് സ്റ്റാർട്ട് വർക്കിംഗ് സൂൺ. വീഡിയോയുടെ ബാക്കി മുഴുവനായി നിങ്ങൾ കാണേണ്ടി വരും അല്ലേ. സ്റ്റെപ്പ് നമ്പർ 2ഉം 3ഉം 4ഉം ഒക്കെ അതിശക്തമായി ഫോളോ ചെയ്തിട്ട് വളരെ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ലോണുകളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാകും. അപ്പൊ പറഞ്ഞതുപോലെ ഇത് ഇത്രയും കാണുന്നതിലൂടെ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇയാളുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇനിയും 360 മാസം എടുക്കും എല്ലാ ലോണുകളും അടച്ചു തീർന്നിട്ട് ഡെറ്റ് ഫ്രീ ആകാനായിട്ട്. ശരിയല്ലേ? അതായത് ഇത് ഏറ്റവും വലിയ ലോൺ, ഹോം ലോൺ തന്നെ 360 മാസം എന്ന് പറയുമ്പോൾ എത്രയായി? ഇനിയും 30 വർഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും 30 വർഷങ്ങൾ എടുക്കും ഇയാൾ ഫുള്ളി ലോൺ ഫ്രീ ആകാനായിട്ട്. ഈ 30 വർഷം കൊണ്ട് ഇയാൾ മുഴുവനായി അടക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 61 ലക്ഷം രൂപയാണ്. അപ്പൊ നിങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നമ്പേഴ്സ് ഇടുമ്പോൾ കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എത്ര മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ലോൺ അടച്ചു തീരാനായിട്ട്. അതിൽ ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് തുകയായിട്ട് നിങ്ങൾ അടക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാകും. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മുന്നിലേക്കുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് മാജിക് ഒന്നുമല്ല. അതായത് ആർക്കും ഇവിടെ വന്ന് എന്തെങ്കിലും മാജിക് കാണിച്ചിട്ട് പെട്ടെന്ന് കടം തീർക്കാനൊന്നും പറ്റില്ല. വളരെ ലോജിക്കൽ തന്നെയാണ്. അതായത് ഇവിടെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കടങ്ങൾ കുറെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കടം എങ്ങനെ പെട്ടെന്ന് വളരെ എഫക്റ്റീവ്ലി കൊടുത്തു തീർക്കാൻ പറ്റും? 2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ കടങ്ങൾ ആസ് സച്ച് ആ ലോണുകളുടെ മാഗ്നിറ്റ്യൂഡ് കുറയണം. 2 കുറേയും കൂടെ പൈസ അടക്കണം. ശരിയാണല്ലോ? ഇതൊക്കെ തന്നെയാണ് നെക്സ്റ്റ് സ്റ്റെപ്സ്. പക്ഷെ അവിടുത്തെ ബെസ്റ്റ് പ്രാക്ടീസസും കുറച്ച് സ്പെഷ്യൽ ടാക്ടിക്സും സ്ട്രാറ്റജീസുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് യുവർ ലോൺസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇവിടെ വന്ന് എഴുതിയപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടിയല്ലേ, നമുക്ക് ഇത്രയും ലോൺസ് ആണ് ഉള്ളത്. എന്നാൽ ഈ ലോൺസ് ആണോ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ഫോംസ് ഓഫ് ലോൺസ്? ഫോർ എക്സാമ്പിൾ, ഒരു ലോണിന്റെ വളരെ ഡിഫൈനിങ് ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ലോണുകളും ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഉള്ളത്. ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ പറ്റുകയാണെങ്കിൽ EMI കുറയും, നമ്മൾ അടക്കുന്ന പലിശ കുറയും, അങ്ങനെ മുഴുവൻ ഇക്വേഷൻ ബെറ്റർ ആകും. അപ്പൊ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെറ്റ് റീബാലൻസിങ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലോൺ പോർട്ട്ഫോളിയോയിലെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസിനെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഉണ്ട്. 24% ഇൻട്രസ്റ്റ് റേറ്റുള്ള ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഉണ്ട്. അപ്പൊ ഇയാൾക്ക് എക്സ്ട്രാ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്ത് കിട്ടുമെന്നുണ്ട് എങ്കിൽ 14% ഇൻട്രസ്റ്റ് റേറ്റില് കുറച്ചുകൂടി പേഴ്സണൽ ലോൺ എടുക്കുക. എത്ര എടുക്കുക? ഒരു 75,000 രൂപയാണല്ലോ ക്രെഡിറ്റ് കാർഡ് ലോൺ ബാക്കിയുള്ളത്. 75,000 രൂപയുടെ പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ലോൺ അങ്ങ് കൊടുത്ത് തീർക്കുക. അപ്പൊ അത് ഒഴിവായി. അപ്പൊ ആ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ മാറിയിട്ട് ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള പേഴ്സണൽ ലോണായി മാറി. ഇനി ഇതല്ല, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളുടെ കയ്യിൽ കുറെ പേഴ്സണൽ ലോൺ ഉണ്ട്, മറ്റു പലവിധ ലോണുകൾ ഉണ്ട്. എന്നാൽ അയാളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ ഗോൾഡ് കൊണ്ട് കൊടുത്താൽ കുറച്ചും കൂടി ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടും. ആ ലോൺ കൊണ്ടിട്ട് ഈ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ അടക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഡെറ്റ് റീബാലൻസിംഗിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് പലരും ചിന്തിക്കാറില്ല. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, അന്വേഷിക്കുക, ചെയ്യുക. അപ്പൊ ഈ ഡെറ്റ് റീബാലൻസിംഗിൽ പ്രൈമറിലി നിങ്ങൾ ശ്രമിക്കുന്നത് എന്തായിരിക്കും? ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസിനെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കും. വേറൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എക്സിസ്റ്റിംഗ് ലോണിന്റെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലാതെ എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ 2 ടിപ്സ് ഉണ്ട്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലോൺ ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ബാങ്കിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് ലോൺ ഉണ്ടാവുക. അതേ ലോൺ തന്നെ മറ്റൊരു ബാങ്കിന്റെ അടുത്ത് പോയി സംസാരിച്ചാൽ ആ ബാങ്കിന് ഒരു ലോൺ കിട്ടുന്നു എന്ന് പറയുന്നത് കച്ചവടം കിട്ടുന്നതാണ്. അപ്പൊ മറ്റ് പല ബാങ്കുകളുടെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ബാങ്ക് കുറച്ചുകൂടി ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ അതേ ലോൺ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. നിങ്ങൾക്കതൊരു വിൻ കേസ് തന്നെയാണല്ലോ. കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമതോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ബാങ്കിന്റെ അടുത്ത് തന്നെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ ബാങ്ക് മാനേജറിനെ വിളിച്ചിട്ടോ റിലേഷൻഷിപ്പ് മാനേജറിനെ വിളിച്ചിട്ടോ കാര്യമായിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബാങ്കിൽ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലോണിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു എൻറ്റയർ സെക്കൻഡ് പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് യുവർ ലോൺ ആണ്. ഈ ഒപ്റ്റിമൈസ് യുവർ ലോണിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
നമ്മുടെ എക്സിസ്റ്റിംഗ് ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ബെറ്റർ ആക്കുകയാണ്. ഇവിടെ ഒരു നമ്പർ പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാകും. 5 ലക്ഷം രൂപയുടെ ഒരു ലോൺ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 10 വർഷമാണ് അതിന്റെ ടെന്യൂർ എന്നുണ്ടെങ്കിൽ 15% ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് അതിനെ 12% ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കുറക്കാൻ പറ്റിയാൽ ഈ 10 വർഷം കൊണ്ട് 1 ലക്ഷം രൂപയുടെ പലിശയാണ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുക. അപ്പൊ 5 ലക്ഷം രൂപയുടെ പുറത്ത് 1 ലക്ഷം രൂപയുടെ പലിശ ലാഭിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒപ്റ്റിമൈസിംഗ് യുവർ ലോൺസിൽ അടുത്ത മനസ്സിലാക്കേണ്ട വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോൺ പോർട്ട്ഫോളിയോയിലെ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺസ് ഉണ്ടെങ്കിൽ അതിനെ മോസ്റ്റ്ലി മാറ്റേണ്ടി വരും. അതായത് ലോൺസ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലാണ് പൊതുവെ കൊടുക്കപ്പെടുന്നത്. ഒന്ന് ഡിമിനിഷിംഗ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, 2 ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇവിടെ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ പലപ്പോഴും കസ്റ്റമേഴ്സിനെ പറ്റിക്കാനായിട്ട് പല ബാങ്ക്സും പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോൺസ് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ലോൺ എങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസിലും അതിനെ മാറ്റി ഡിമിനിഷിംഗ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മച്ച് ബെറ്റർ ആകും. ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മാർക്കറ്റ് ഫീഡിന്റെ ഫ്ലാറ്റ് വേഴ്സസ് റെഡ്യൂസിംഗ് റേറ്റ് കാൽക്കുലേറ്ററിൽ വന്നിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് 5 ലക്ഷം രൂപയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തിരിക്കുന്നത് 12%. ലോൺ ടെന്യൂർ എന്ന് പറയുന്നത് 10 വർഷമാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ചോദ്യം. അത് ഫ്ലാറ്റ് റേറ്റ് ആണോ അല്ലെങ്കിൽ റെഡ്യൂസിംഗ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റേറ്റ് ആണോ എന്നുള്ളത്. രണ്ടാണെങ്കിലും കാര്യങ്ങൾ എത്ര വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അതായത് ഫ്ലാറ്റ് റേറ്റ് ആണെങ്കിൽ 12% പോലും EMI വരുന്നത് 9,000 രൂപയാണ്. എന്നാൽ റെഡ്യൂസിംഗ് റേറ്റ് ആണെങ്കിൽ ആ EMI വെറും ഉള്ളത് 7,000 രൂപയാണ്. 2,000 രൂപയുടെ വ്യത്യാസമുള്ളതായി നമുക്ക് കാണാൻ പറ്റുന്നു. അതും ഈ 10 വർഷത്തെ മുഴുവൻ ടെന്യൂർ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് തുകയുടെ വ്യത്യാസം നോക്കിയേ. ഫ്ലാറ്റ് റേറ്റിൽ 6 ലക്ഷം രൂപ നമ്മൾ പലിശ അടക്കേണ്ടതുണ്ട്. റെഡ്യൂസിംഗ് റേറ്റ് ആണെങ്കിൽ 3,60,000 രൂപ മാത്രമേ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ലോൺസ് ക്ലോസ് ചെയ്യാനായിട്ട്, കച്ചവടം കൂട്ടാനായിട്ട്, ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഈ ബാങ്കിന്റെ ഏജന്റുമാരൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണിത്. നിങ്ങളോട് പറയും സാർ 10%, 12% ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുള്ളത്. എന്നാൽ പലപ്പോഴും അത് ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് റെഡ്യൂസിംഗ് റേറ്റ് കിട്ടിയിരുന്നെങ്കിൽ എത്ര ബെനിഫിറ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ ലോണുകളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ലോണില് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കുക, ബാങ്കുമായിട്ട് സംസാരിക്കുക. ഒരു 12% തന്നെയാണ് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ഡിമിനിഷിംഗ് ലോൺ പോലും അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പോലും ആ ഒരു 12-13% നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ബാങ്കുമായിട്ട് സംസാരിക്കുക, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വരിക, ഈ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അതിന്റെ ബെനിഫിറ്റ് എടുക്കുക. അപ്പൊ ഈ ഒപ്റ്റിമൈസിംഗ് യുവർ ലോൺസിൽ ഇത്ര സ്റ്റെപ്സ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 4 ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? നമുക്ക് ഇത്രയും ലോണുകൾ ഉണ്ട്. ലോണുകൾ വളരെ എഫക്റ്റീവ്ലി പെട്ടെന്ന് അടച്ചു തീർക്കണമെങ്കിൽ മാജിക് ഒന്നുമില്ല. അത് അടച്ചു തീർക്കണമെങ്കിൽ നമുക്ക് പൈസ തന്നെ വേണം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്ട്രാ പൈസ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ട്രാ പൈസ വെച്ച് ലോൺ തിരിച്ചടച്ചിട്ട് പെട്ടെന്ന് തീർത്തൂടെ? ഇതാണ് സ്റ്റെപ്പ് നമ്പർ 3. അപ്പോൾ വളരെ പെട്ടെന്നൊന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് എന്റെ ചിലവുകൾ കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്റെ വരുമാനം കൂട്ടാൻ പറ്റും. ഇത് രണ്ടും ചെയ്താൽ എന്റെ കയ്യിൽ മാസാവസാനമോ കുറച്ച് എക്സ്ട്രാ പൈസ വരുമല്ലോ. ഈ എക്സ്ട്രാ പൈസ വെച്ച് എനിക്ക് ലോൺ പെട്ടെന്ന് തിരിച്ചടച്ച് തീർക്കാൻ പറ്റില്ലേ? ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പോൾ പൈസ എന്ന് പറയുമ്പോൾ ഒരു 5,000 രൂപ എന്ന് ചിന്തിച്ചോളൂ. ഒരു 5,000 രൂപയെങ്കിലും മാസം ഐദർ എന്റെ ചിലവുകൾ കുറച്ചിട്ട് അല്ല എങ്കിൽ എന്റെ വരുമാനം കൂട്ടിയിട്ട്, വരുമാനം കൂട്ടി എന്ന് പറയുമ്പോൾ 1,000 രൂപ 2,000 രൂപയുടെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി എവിടെന്നെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കി ഒരു 5,000 രൂപയെങ്കിലും മാസം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും സഹായകരമാകില്ലേ? തീർച്ചയായിട്ടും ആകും. ഇത് ഓരോരുത്തരുടെ ജീവിതത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കണം. ഒരാളുടെ ജീവിതത്തിൽ 5,000 ബെനിഫിഷ്യൽ ആയിരിക്കും, ഒരാളുടെ ജീവിതത്തിൽ 1,000 രൂപ അറേഞ്ച് ചെയ്താൽ പോലും ലോണിന്റെ മുഴുവൻ ഇക്വേഷൻ മാറിയേക്കാം, മറ്റൊരാളുടെ ജീവിതത്തിൽ 20,000 വേണ്ടി വന്നേക്കാം. എന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. അതായത് വരവ് ചിലവ് കണക്കുകൾ പലർക്കും വ്യക്തതയില്ല. അതായത് ഇന്ന് നമ്മൾ UPIയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലെ? ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മറ്റേ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് പൈസ പോവുകയാണ്. 50 രൂപ, 75 രൂപ, 227 രൂപ, അങ്ങനെ പല പൈസകൾ അവിടെ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല എത്ര പൈസ ആക്ച്വലി വന്നു, എത്ര പൈസ പോയി, എവിടെയൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ വ്യക്തമായി ഇരുന്നിട്ട് ബഡ്ജറ്റിംഗ് ചെയ്യുക. എങ്ങനെയൊക്കെ പൈസ വരുന്നു, എവിടേക്കൊക്കെ ചിലവാകുന്നു, ഒരു മാസത്തിൽ ഏതൊക്കെ ഹെഡറുകളിൽ അല്ലെ ഭക്ഷണം കഴിക്കാൻ എത്ര പൈസ ചിലവാക്കി, പുറത്ത് പോയി വെറുതെ ചായ കുടിക്കാൻ എത്ര പൈസ ആക്കി, എത്ര രൂപക്കാണ് സ്വിഗ്ഗി സൊമാറ്റോ എന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചത്, അങ്ങനെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക എവിടെയൊക്കെയാണ് ചിലവുകൾ ഉള്ളത് എന്നുള്ളത്. ആ ഒരു വ്യക്തത കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാകും എന്ത് ചെയ്താൽ ഒരു 2,000 രൂപ 3,000 രൂപ ലാഭിക്കാൻ പറ്റുമെന്നുള്ളത്. ശരിയാണല്ലോ? എനിക്ക് ഉറപ്പാണ് നിങ്ങളും ഇരുന്ന് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഈ വ്യക്തത കിട്ടിയതിന് ശേഷം ഒരു കാര്യം എക്സ്ട്രാ ചെയ്യാം. കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ടുകൊണ്ട് കുറച്ച് ചിലവുകൾ കുറക്കാം.
ഇപ്പൊ മൊബൈലിന്റെ പ്ലാൻ ഇപ്പോൾ ഒരു 2 GB പെർ ഡേ ആണ് നടക്കുന്നതെങ്കിൽ 1 GB പെർ ഡേയിലേക്ക് കുറക്കാൻ പറ്റുമോ എന്ന് നോക്കുക. വീട്ടിലെ വൈഫൈ 2 Gbps ആണ് എങ്കിൽ അതിന് 500 Mbps ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു 300 രൂപ കുറയും. പുറത്ത് പോയി കഴിക്കുന്ന അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് 4 തവണയാണെങ്കിൽ അതൊരു 3 തവണയായി കുറച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു 300 രൂപയും കൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഒരു പല വിധത്തിലുള്ള ഒരു 300 രൂപ, 500 രൂപ, 700 രൂപ, 200 രൂപ, അങ്ങനെ പല വിധത്തിൽ കോൺഷ്യസ്ലി ലൈഫ് സ്റ്റൈലിൽ ഒരു ഹിറ്റ് എടുത്തിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ തന്നെ ചിലപ്പോൾ ഒരു 2000-3000 രൂപ കുറക്കാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ ചിലവ് കുറക്കാൻ സാധിക്കില്ലേ? അപ്പൊ അങ്ങനെ ചിലവ് കുറച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ? ഒന്ന്, നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്തപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടി. ഇവിടെ ഇത്ര കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെ ഇവിടെ ഇത്ര ചെലവാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കുറച്ച് കുറക്കാൻ പറ്റി. പിന്നെ കോൺഷ്യസ്ലി ലൈഫ് സ്റ്റൈലിൽ ഹിറ്റ് എടുത്തുകൊണ്ട് കുറച്ച് പൈസ നമ്മൾ ലാഭിച്ചു. അങ്ങനെ ഓവറോൾ കുറച്ചൊരു 2000-3000 രൂപ നമ്മൾ ലാഭിച്ചു എന്ന് വിചാരിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എക്സ്ട്രാ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ ഇതൊരു വളരെ സെൻസിറ്റീവ് ടോപ്പിക് ആണ്. എങ്ങനെ വെറുതെ പൈസ ഉണ്ടാക്കാൻ അത്ര എളുപ്പമാണോ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കണ്ട. 1000 രൂപ, 2000 രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ്. അതും നമ്മുടെ ഒരു അവസ്ഥയിൽ നിന്നാണ്, അല്ലേ? നമ്മൾ എത്തിപ്പെട്ട വലിയൊരു EMI അടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സ്കില്ലനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം. നിങ്ങൾ കൊച്ചിയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ മേ ബി സൈഡിൽ ഒരു എക്സ്ട്രാ പ്രൊജക്ട് എടുക്കുക, ഫ്രീലാൻസിങ് പ്രോജക്റ്റുകൾ നോക്കുക. നിങ്ങളൊരു വീട്ടമ്മയാണ് എങ്കിൽ മേ ബി അച്ചാർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൊസൈറ്റിയിൽ കൊടുത്താൽ ഒരു 1000 രൂപയെങ്കിലും കിട്ടുമോ എന്ന് നോക്കുക. ഇനി അതല്ല, നിങ്ങളൊരു ആർലി വേജ് ഏർണർ ആണെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ മണിക്കൂറുകൾ പണിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടിൽ, എന്തിനേറെ പറയുന്നത് ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ദിവസം ഒരു 3 എക്സ്ട്രാ പേഷ്യൻസിനെ കാണാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അപ്പൊ എക്സ്ട്രാ ഇൻപുട്ട് ഇട്ടുകൊണ്ട് എക്സ്ട്രാ ഔട്ട്പുട്ട്, അതായത് എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ലേ? അപ്പോൾ കോൺഷ്യസ്ലി ചിന്തിക്കുക, ഞാൻ എന്ത് ചെയ്താൽ. പലപ്പോഴും പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വലുത് ചിന്തിക്കും. എങ്ങനെ വലിയൊരു കുറേ പൈസ ഉണ്ടാക്കാം, എങ്ങനെ കോടീശ്വരനാകാം, എങ്ങനെ വലിയൊരു ബിസിനസ് ഉണ്ടാക്കാം. അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഒരു 2000, ഒരു 3000, നിങ്ങളുടെ ജീവിതത്തിലെ കോണ്ടെക്സ്റ്റിൽ എത്രയാണോ റെലവെന്റ് ആയിട്ടുള്ള പൈസ, എക്സ്ട്രാ അത്ര പൈസ ഉണ്ടാക്കൽ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഇതുപോലൊരു ചെറിയ ചെറിയ ഐഡിയകൾ കത്തി വരും. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടെത്താൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 3. എന്താണ്? ചെലവുകൾ കുറച്ചിട്ടോ, അത് അറിഞ്ഞോ അറിയാതെയോ കഷ്ടപ്പെട്ടോ കുറച്ച് ചെലവുകൾ കുറച്ചിട്ട് കുറച്ച് വരുമാനം കൂട്ടിയിട്ട് ഓവറോൾ കുറച്ചൊരു എക്സ്ട്രാ പൈസ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോകാം. ഈ എക്സ്ട്രാ പൈസയെ ബുദ്ധിപരമായി ലോൺ തിരിച്ചടക്കാൻ ഉപയോഗിക്കാം. അതായത് ഈ എക്സ്ട്രാ പൈസ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ഷീറ്റിലേക്ക് പോകാം. ഈ എക്സ്ട്രാ പൈസ, അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു കേസിൽ വരികയാണ്. ഈ ഒരു കേസിൽ ഈ എക്സ്ട്രാ മന്ത്ലി പേയ്മെന്റിൽ ഞാൻ 5000 രൂപ എന്ന് വന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ച് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ഈ ഷീറ്റിൽ വന്നിട്ട് എത്ര എക്സ്ട്രാ പൈസ അടക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഇടാം. അങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ റൺ കാൽക്കുലേഷൻ എന്നുള്ള ബട്ടൺ ഞെക്കിയാൽ ഈ ഷീറ്റ് കാണിച്ചു തരും മാജിക്കലി ഈ 61 ലക്ഷം രൂപ എന്നുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് എത്രയാകുമെന്നും ഈ 360 മാസം എടുക്കുന്ന ലോൺ എത്ര പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുമെന്നും ഈ ഷീറ്റ് പറഞ്ഞു തരും. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ വേറെ സംസാരിക്കേണ്ടതുണ്ട്. സ്റ്റെപ്പ് നമ്പർ 4ലെ മേജർ സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ 5000 രൂപ എക്സ്ട്രാ ഇപ്പൊ തിരിച്ചടക്കാനുണ്ടല്ലോ. നമ്മുടെ അടുത്ത് എത്ര ലോൺ ഉണ്ട്? ഇവിടെ 5 ലോൺ ഉണ്ട്. ഈ 5 ലോണിലേക്ക് ഈ 5000 രൂപ എങ്ങനെ തിരിച്ചടക്കും? ഈ 5000 രൂപ കൊണ്ട് ഒരു ലോൺ ഒറ്റയടിക്ക് ആദ്യം തിരിച്ചടക്കണോ? അതോ ഈ 5000 രൂപേനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1000 രൂപയായിട്ട് ഓരോ ലോണിലേക്ക് കൊടുക്കണോ? അവിടുത്തെ ലോജിക്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ ഈ ലോൺ റീപേയ്മെന്റിന്റെ വേൾഡിലേക്ക് വരികയാണെങ്കിൽ 4 ഫേമസ് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഈ 4 സ്ട്രാറ്റജീസ് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ എന്ത് ബെനിഫിറ്റ് വരുമെന്ന് നമുക്ക് കാണാം. ഇതിലെ ഏറ്റവും ആദ്യത്തെ സ്ട്രാറ്റജി വളരെ ഫേമസ് ആയിട്ടുള്ള ഗൂഗിളൊക്കെ ചെയ്താൽ എത്രയും പെട്ടെന്ന് കിട്ടുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവലാഞ്ച് സ്ട്രാറ്റജിയാണ്. ഈ അവലാഞ്ച് സ്ട്രാറ്റജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 5000 രൂപ ഉണ്ടല്ലോ, ഈ 5000 രൂപ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണ് ഏറ്റവും ആദ്യം അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏതാണ്? ക്രെഡിറ്റ് കാർഡ് ആണല്ലേ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺ, 24% ഉണ്ട്. അപ്പൊ ഈ 5000 രൂപയും ഓരോ മാസത്തെ EMI 65000 രൂപ ഓൾറെഡി പോകുന്നുണ്ട്. ഈ എക്സ്ട്രാ ഉള്ള 5000 രൂപ ഒറ്റയടിക്ക് നേരെ ഫുള്ളായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ലോൺ അടച്ചു തീർക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവലാഞ്ച് മെത്തേഡ് പറയുന്നത്. ആലോചിച്ചാൽ ലോജിക്ക് ശരിയാണല്ലേ? വലിയ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണിലേക്ക് കൂടുതൽ പൈസ ഇട്ടിട്ട് പെട്ടെന്ന് അതങ്ങ് തീർക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലോജിക്ക്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്നോബോൾ മെത്തേഡാണ്, അല്ലെങ്കിൽ സ്നോബോൾ സ്ട്രാറ്റജിയാണ്. സ്നോബോൾ സ്ട്രാറ്റജി പറയുന്നത് ഈ 5000 രൂപ അല്ലെങ്കിൽ എക്സ്ട്രാ ഉള്ള പൈസ കൊണ്ട് ഏറ്റവും ചെറിയ ലോൺ ആദ്യം അടച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ചെറിയ ലോൺ ഏതാണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലോൺ തന്നെയാണ്. അതിൽ ബാക്കിയുള്ളത് 75000 രൂപയാണ്. അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് ലോൺ അങ്ങ് ആദ്യം അടച്ചു തീർക്കുക. അപ്പൊ ഈ ചെറിയ ലോൺ
എക്സ്ട്രാ പൈസ കൊണ്ട് അടച്ചു തീർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ചെറിയ ലോൺ പെട്ടെന്ന് അടഞ്ഞു തീരും. അപ്പൊ സ്നോബോൾ സ്ട്രാറ്റജിയുടെ ലോജിക് എന്ന് പറയുന്നത് പെട്ടെന്ന് അടഞ്ഞു തീരുമ്പോൾ നമുക്കൊരു മാനസിക സമാധാനം കിട്ടും. ഒരു ലോണെങ്കിലും തീർന്നു. ആ മാനസിക സമാധാനം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ആ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യാനും ബാക്കിയുള്ള ലോൺ തിരിച്ചടക്കുന്ന ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് സ്നോബോൾ സ്ട്രാറ്റജി പറയുന്നത്. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈക്വൽ സ്പ്ലിറ്റ് സ്ട്രാറ്റജിയാണ്. അതായത് ഈ 5000 രൂപയുണ്ടല്ലോ, ഈ 5000 രൂപേനെ 1000 രൂപയായിട്ട് ഓരോ EMIയും കൂട്ടുക. അതായത് ക്രെഡിറ്റ് കാർഡിന്റെ EMI 1000 രൂപ കൂട്ടുക, പേഴ്സണൽ ലോണിന്റെ EMI 1000 രൂപ കൂട്ടുക, അങ്ങനെ ഓരോ EMIയും 1000 രൂപ വെച്ച് കൂട്ടുക. അപ്പൊ ഇത് ചിന്തിച്ചാൽ ലോജിക്കലാണ് ഇല്ലേ? നമ്മൾ വേറെ പ്രത്യേകിച്ചുള്ള ലോജിക്കുകൾ ഉപയോഗിക്കുന്നില്ല. 5000 രൂപയുണ്ട്, എല്ലാത്തിലേക്കും ഈക്വലി അങ്ങ് അടച്ചു കൊടുക്കാം. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് കണ്ടു നോക്കാം. നാലാമത്തതാണ് എന്റെ ഫേവറേറ്റ്. ഞങ്ങൾ മാർക്കറ്റ് ഫീൽഡിൽ സമയം സ്പെൻഡ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിയാണ്. ഇതിനെ വിളിക്കുന്നത് വെയ്റ്റഡ് സ്പ്ലിറ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. അതായത് ഈ 5 ലോണുകൾ നോക്കുകയാണെങ്കിൽ ഈ 5 ലോണിന്റെ സ്വഭാവം ഒന്നല്ല എന്നുള്ളതാണ് കൊണ്ടാണ് അവലാഞ്ചും സ്നോബോളും ഒക്കെ വർക്ക് ചെയ്തത്. ഈക്വൽ സ്പ്ലിറ്റിൽ സ്വഭാവം നോക്കാതെ വർക്ക് ചെയ്തു. എന്നാൽ ഇതിന്റെ എല്ലാ പ്രോസും കോൺസും എല്ലാം നോക്കി ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജിയാണ് ഈ വെയ്റ്റഡ് സ്പ്ലിറ്റ് സ്ട്രാറ്റജി. അപ്പോൾ വെയ്റ്റഡ് സ്പ്ലിറ്റ് സ്ട്രാറ്റജി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ലോണിന്റെയും സ്വഭാവം പഠിച്ചുകൊണ്ട് അതിൽ എത്ര പ്രിൻസിപ്പൽ ലെഫ്റ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിൽ ഓരോന്നിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ട് ഈ ഓരോ ലോണിനും ഭാവിയിൽ കൊടുക്കേണ്ടി വരുന്ന പലിശയെ നോക്കിയിട്ട് അതിന്റെ വെയിറ്റ് മനസ്സിലാക്കിയിട്ട് ഓരോ ലോണിലേക്കും ഈ 5000 രൂപേനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച വെയ്റ്റഡ് സ്പ്ലിറ്റ് മെത്തേഡ്. ഓക്കെ ആണല്ലോ? ഈ 4 സ്ട്രാറ്റജി മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കേസിൽ ഇയാളുടെ കേസ് നോക്കുകയാണെങ്കിൽ 5000 രൂപ എക്സ്ട്രാ മാസം അടക്കാനുണ്ട്. ഞാൻ ഈ റൺ കാൽക്കുലേഷനിൽ അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഓരോ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ എന്ത് ബെറ്റർ ആകും. ഞാൻ റൺ കാൽക്കുലേഷനിൽ ഞെക്കുകയാണ്. ഓക്കെ, ഇനി താഴെ ഇവിടെ റിസൾട്ട്സിന്റെ ടാബിൽ പോയാൽ റിസൾട്ട്സ് ലോഡ് ആയിട്ടുണ്ടാകും. എന്താണ് ഇവിടെ കാണുന്നത്? 30 വർഷം 360 മാസം കൊണ്ട് തിരിച്ചടക്കേണ്ട ലോൺ എത്രയാ? 61 ലക്ഷം രൂപ പലിശ മാത്രം അടക്കേണ്ടിയിരുന്ന ലോൺ കുറഞ്ഞ എന്തായി? നമ്മുടെ വെയ്റ്റഡ് സ്പ്ലിറ്റ് മോഡലിലേക്ക് വരികയാണെങ്കിൽ വെറും 207 മാസം കൊണ്ട്, അതായത് വെറും 17 വർഷങ്ങൾ കൊണ്ട് വെറും 33 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് പലിശ അടച്ചാൽ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് ഒറിജിനലി പോകുന്നതിന്റെ പകുതിയായി കുറഞ്ഞു കാലയളവ്. അതിന്റെ ഇൻട്രസ്റ്റ് ആണെങ്കിലോ 27 ലക്ഷം രൂപ ഇവിടെ പലിശ സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 മെത്തേഡിന്റെ എല്ലാ നമ്പേഴ്സും ഇവിടെയുണ്ട്. വെയ്റ്റഡ് സ്പ്ലിറ്റ് മെത്തേഡാണ് ഏറ്റവും നന്നായി പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറെ സമയവും ജീവിതത്തിൽ ലാഭിക്കുന്നുണ്ട്, കുറെ പലിശയും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും സമയം കുറച്ചിട്ട് ഏറ്റവും പലിശ കുറച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ? ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സ് വളരെ വ്യക്തമായി ഫോളോ ചെയ്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്, ഇവിടെ 4 മെത്തേഡ് നമ്മൾ എന്തുകൊണ്ടാണ് പഠിച്ചത്? ഇപ്പൊ നിങ്ങളുടെ ഈ ലോൺ പോർട്ട്ഫോളിയോനെ ബേസ് ചെയ്തുകൊണ്ട് ചിലർക്ക് ക്രെഡിറ്റ് കാർഡ് ലോൺ ആയിരിക്കും കൂടുതൽ, ചിലർക്ക് ഹോം ലോൺ ഉണ്ടാകില്ല, ചിലർക്ക് കുറെ ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ടാകും. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ ഈ വെയ്റ്റഡ് മെത്തേഡ് ആയിരിക്കണമെന്നില്ല ബെസ്റ്റ് ആയിട്ട് വരിക, ചിലർക്ക് അവലാഞ്ച് ആയിരിക്കും ബെസ്റ്റ് ആയി വരിക, ചിലർക്ക് സ്നോബോൾ ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് വരിക. എന്നാലും മോസ്റ്റ് ഓഫ് ദ കേസസിലും മെജോറിറ്റി കേസസിലും ഈ വെയ്റ്റഡ് സ്പ്ലിറ്റ് മെത്തേഡ് തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് വരിക. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നിങ്ങൾ ഈ ഒരു എക്സ്ട്രാ എമൗണ്ട് EMIയിലേക്ക് ആഡ് ചെയ്ത് പേ ചെയ്യും എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പേ ചെയ്തിട്ട് കാര്യമില്ല. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഒരു തവണ ബാങ്കുമായിട്ട് സംസാരിക്കുക. എത്ര രൂപയാണ് ഒരു ലോണിലേക്ക് തിരിച്ച് എക്സ്ട്രാ ഓരോ മാസവും EMIയുടെ പുറത്ത് തിരിച്ചടക്കാൻ എന്ന് തീരുമാനിക്കുമ്പോൾ അത് ബാങ്കുമായി സംസാരിച്ചിട്ട് അവർ കൂടി മുഴുവനായിട്ട് അനുവദിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത്. അപ്പൊ ഇതിന്റെ മാജിക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ അലോക്കേഷനിലേക്ക് വരുന്നെങ്കിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ഈ അവലാഞ്ച് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ടുള്ള 5000 രൂപ ആദ്യം മുഴുവൻ ക്രെഡിറ്റ് കാർഡിലേക്ക് പോകും. സ്നോബോൾ മെത്തേഡ് ആണെങ്കിലും 5000 രൂപ ക്രെഡിറ്റ് കാർഡിലേക്കാണ് പോവുക. ഈക്വൽ സ്പ്ലിറ്റ് മെത്തേഡ് ആണെങ്കിൽ പറഞ്ഞ പോലെ 5000ന് 1000 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ലോണിലേക്ക് പോകും. ഇനി നമ്മുടെ വെയ്റ്റഡ് സ്പ്ലിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ ആ 5000 രൂപേനെ വളരെ മനോഹരമായിട്ട് ഒരു ബുദ്ധിപരമായ മാത്ത് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ലോണിലേക്ക് മടക്കുക. അപ്പൊ നിങ്ങൾ വെയ്റ്റഡ് സ്പ്ലിറ്റ് മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെ വരിക, എല്ലാ ലോണും ഫില്ല് ചെയ്യുക, എക്സ്ട്രാ മന്ത്ലി പേയ്മെന്റ് എത്രയാണോ നിങ്ങൾക്ക് അടക്കാൻ പറ്റുക അത് നിങ്ങൾ ഇവിടെ വന്ന് അടക്കുക, അതിനുശേഷം അടിക്കുക. അതിനുശേഷം ഈ റൺ കാൽക്കുലേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ അലോക്കേഷനിൽ പോയിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ എന്തായാലും നിങ്ങൾ റിസൾട്ട്സ് നോക്കും, ഇഷ്ടപ്പെടുന്നു എങ്കിൽ അലോക്കേഷനിൽ വന്നിട്ട് താഴെ വെയ്റ്റഡ് സ്പ്ലിറ്റിൽ വന്നാൽ ഓരോ ലോണിലേക്കും എത്ര പൈസയാണ് EMIയിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവമാണ്. നിങ്ങളിപ്പോൾ ഉള്ളൊരു അവസ്ഥ ആദ്യം അതൊരു മോശം അവസ്ഥയാണെന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യുക, നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ
ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി എന്തായിരിക്കണം? ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കണം. അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്യാം. ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സിൽ എന്തെങ്കിലും വലിയ പാടുള്ള പരിപാടി ഉണ്ടോ? കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലേ? ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം, പിന്നെ കുറച്ചൊന്ന് പണിയെടുത്ത് ലോണിനെ ഒന്ന് ബെറ്റർ ആക്കണം. ലോണിനെ ഒന്നും ബെറ്റർ ആക്കാതെ തന്നെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ മാത്രം ഉണ്ടാക്കിയിട്ട് ഒരു 5000 രൂപ മാത്രം എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വെയിറ്റഡ് സ്പ്ലിറ്റ് എന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്തതിലൂടെ മാത്രം 30 വർഷം എന്നുള്ള ലോൺ വെറും 17 വർഷത്തിലേക്ക് വന്നു. നിയർലി 30 ലക്ഷം രൂപയുടെ പലിശ ലാഭിക്കാൻ പറ്റി. എന്താണ് ഇവിടെ ഒറ്റ ഡിഫറൻസ്? ദ ഫാക്ട് ദാറ്റ് യു ആർ ടേക്കിംഗ് ആക്ഷൻ. അത് മാത്രമാണ്. അപ്പൊ എന്റെ വീഡിയോയുടെ ലക്ഷ്യം ഈ സ്ട്രാറ്റജി പറഞ്ഞു തരല്ലോ, ലോകം മാറ്റലോ ഒന്നുമല്ല, നിങ്ങളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 2 ഒപ്റ്റിമൈസിങ് യുവർ ലോൺസ് കുറച്ചുകൂടി നന്നായി പണിയെടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ പറ്റിയാൽ ഈ നമ്പേഴ്സ് ഇനിയും ബെറ്റർ ആകും. ഈ 17 വർഷം എന്നുള്ളത് ചിലപ്പോൾ 15 വർഷത്തിലേക്കോ 14 വർഷത്തിലേക്കോ ഈ ഇൻട്രസ്റ്റ് സേവ്ഡ് എന്നുള്ളത് 30 ലക്ഷം കൂടി 35 40 ലക്ഷത്തിലേക്കോ ഒക്കെ എത്തിക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ്. മൈ പോയിന്റ് ബീയിങ്, നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ റിയലൈസ് ചെയ്ത് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ജീവിതം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവമില്ലേ, യു ആർ 1 എമർജൻസി അവേ ഫ്രം സീയിങ് യുവർ ലൈഫ് ടേണിംഗ് ഇൻ ടു എ ഡിസാസ്റ്റർ. അതിൽ നിന്ന് മാറ്റാൻ സാധിക്കും. പേടിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയോ പറയുന്നില്ല, യാഥാർത്ഥ്യമാണ്. ഇത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാരുടെ ഇടയിൽ ഇത് എങ്ങനെ ഒരു ചർച്ചാ വിഷയമാവുമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ സംഭവം പറയുന്നത് മാത്രമല്ല, സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആക്ട് ചെയ്യാൻ തുടങ്ങിക്കോളൂ, തീർച്ചയായിട്ടും അതിശക്തമാകാൻ സാധിക്കും. വേറൊരു കാര്യം, ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഓൾറെഡി സാലറിയുടെ വലിയൊരു ശതമാനം ലോൺ അടക്കുന്ന ഒരാളെ പറ്റിയാണ് അല്ലെ. അയാളെ രക്ഷിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചത്. എന്നാൽ ഇതല്ലാത്ത 2 ടൈപ്പ് ഓഫ് ആൾക്കാർ കൂടിയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് വലിയ ലോണുകളൊന്നുമില്ല, ചിലപ്പോൾ ഒരു ലോൺ പോലും ഉണ്ടാകില്ല, അല്ലെങ്കിൽ 1 2 ലോണുള്ളൂ, ഇൻകത്തിന്റെ വലിയൊരു ശതമാനം EMI കൊടുക്കാത്തൊരു അവസ്ഥയിൽ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. വളരെ മനോഹരം, നല്ലൊരു കാര്യം, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുക എന്ന് എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈലിന്റെ ഭ്രമങ്ങളിലൊന്നും പെട്ടുപോയിട്ട് നിങ്ങൾ ഒരിക്കലും കൂടുതൽ ലോൺ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക. ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് റിയാലിറ്റിയും ഇതിന്റെ ബുദ്ധിമുട്ടുകളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പാത്തിൽ അത് ശക്തമായി മുന്നിലേക്ക് പോവുക. അവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നിങ്ങളും ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു കേസിലുള്ള ആൾക്കാരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ ഒരു എമർജൻസി വരുമ്പോഴായിരിക്കും കൂടുതൽ കടങ്ങൾ എടുക്കേണ്ടി വരിക. അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് പോവുകയാണെങ്കിൽ എമർജൻസീസിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകാൻ പറ്റും. അതിശക്തമായിട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോടുകൂടി മുന്നിലേക്ക് പോവുക. ഇനി സംസാരിക്കാനുള്ളത്, ഓൾറെഡി കുറെ EMI-കൾ അടക്കാനുണ്ടായിട്ട് പിന്നെ EMI അടക്കാനും പറ്റാതെ പോയി എമർജൻസി ഹിറ്റായി പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയെ പറ്റിയാണ്. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. ഇവിടെ അധികമൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. ബാങ്കുമായിട്ട് സംസാരിക്കുക, നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മൊറട്ടോറിയം വാങ്ങാൻ ശ്രമിക്കുക. മൊറട്ടോറിയം എന്ന് പറയുന്നത് ചിലപ്പോൾ ബാങ്കുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മേ ബി കുറച്ച് നാളത്തേക്ക് EMI അടക്കണ്ട എന്ന് പറയും. ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരും, ചിലപ്പോൾ ഒരു 1 ടൈം സെറ്റിൽമെന്റിന്റെ ഒരു ഡീല് തരും. മനസ്സിലാക്കുക, ബാങ്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ ലോണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റിക്കവർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ബാങ്കുകളോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ എഗെയിൻ പറ്റുന്നു, ജീവിതം ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് കരിയറിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല, ഇൻകം ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒന്നും മാത്രമാണ്, ഈവൻ ദിസ് ഷാൽ പാസ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ കഥകൾ കേട്ടിട്ടുണ്ട്, എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവഞ്ച്വലി ജീവിതം റീബിൽഡ് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് നാളുകൾ എടുക്കുമായിരിക്കും. ഇതിന്റെ അകത്തു നിന്ന് ഇറങ്ങി വരാൻ കുറേ അധികം നാളുകൾ എടുക്കുമായിരിക്കും. എന്നാൽ നിങ്ങൾ അവിടെ ഗിവ് അപ്പ് ചെയ്യാതെ അതിശക്തമായി കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ കുറച്ചെങ്കിലും നേരത്തെ, കുറച്ചെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് ഇതിൽ നിന്ന് ഫുൾ വാല്യൂ കിട്ടിയെന്നും ഇത് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ജീവിതം ബെറ്റർ ആക്കാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾ ഓടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് പലവിധ കാരണമാകാം ആൾക്കാർ ഡെറ്റ് ട്രാപ്പിലേക്ക് വീണു പോകുന്നത്. എന്നാൽ അതിലെ ഏറ്റവും വലിയ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ചേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഇൻസ്റ്റഗ്രാം കണ്ടിട്ടാകാം, മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടാകാം, പിയർ പ്രഷറിൽ നിന്നാകാം, ഫാമിലിയുടെ അടുത്ത് നിന്നുള്ള പ്രഷറിൽ നിന്നാകാം. സ്വന്തമായിട്ടുള്ള കഴിവിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചേസ് ചെയ്തിട്ട് കയ്യിൽ വേണം അല്ലെ. അത് ഷോ ഓഫിനാകാം, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാനും ഒക്കെ ആകാം അല്ലെ. ഐഫോൺ ഇല്ലാത്തൊരു യങ്സ്റ്ററിനെ കാണാൻ സാധിക്കുന്നില്ല അല്ലെ. എഗെയിൻ
മേ ബി പണ്ട് കാലത്തെ ഉള്ളൊരു പ്രശ്നമായിരിക്കാം, എന്നാൽ അത് ഇന്ന് കൂടുതലായി വരുന്നു. പ്ലസ് ഇന്ന് ആ ആഗ്രഹം വരുമ്പോൾ അത് നടപ്പിലാക്കാൻ ഇങ്ങനെ ലോണുകളും കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ആഗ്രഹങ്ങൾ, ഒരാളുടെ ഇൻകത്തിനോട് മാച്ച് ആകാത്ത ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു നെട്ടോട്ടം, ആ നെട്ടോട്ടത്തിനിടയിൽ ലോൺ കൂടി കിട്ടുമ്പോൾ ആൾക്കാർ വളരെ പെട്ടെന്ന് ലോൺ എടുത്തു പോവുകയാണ്. ആ ഒരു റീസൺ കാരണം ലോണിന്റെ ട്രാപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എനിക്കറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, വി ഹാവ് ടു ലിവ് വിത്തിൻ ആർ മീൻസ്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടൊന്നും നമ്മൾ മാറേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കേണ്ട ആവശ്യവുമില്ല. നമ്മളെ മനസ്സിലാക്കി നമുക്ക് പറ്റുന്ന പോലെ ഒരു ജീവിതം സമാധാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ സമാധാനത്തിന് തന്നെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അത് സന്തോഷവും സമാധാനവുമാണ്. ബാക്കി എല്ലാം സെക്കൻഡറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി പെട്ടെന്ന് കിട്ടുന്ന ലോണുകളൊക്കെ എടുത്ത് ഭാവിയെ പറ്റി ചിന്തിക്കാതെ കുറെ ചെലവുകൾ നടത്തിയിട്ട് ഡെറ്റ് ട്രാപ്പിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ വലിയൊരു ഭാവിയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അപ്പൊ അത് തീർച്ചയായിട്ടും ചിന്തിക്കുക. അപ്പൊ ഇവിടെ ഒരിക്കലും ഞാൻ ആരും നല്ല ലൈഫ് സ്റ്റൈൽ ചേസ് ചെയ്യരുത് എന്നല്ല പറയുന്നത്. ലൈഫ് സ്റ്റൈൽ നല്ലത് ചേസ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ സ്വപ്നങ്ങൾ കാണണം, അംബീഷ്യസ് ആകണം, അങ്ങനെ തന്നെ ജീവിതം മുന്നിലേക്ക് പോകും. ഞാൻ കുറേ ചെയ്യുന്ന ഒരാളുമാണ്. എന്നാൽ അങ്ങനെ സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നങ്ങളെ ഫ്യൂവൽ ചെയ്യേണ്ടത് ലോണുകളായിരിക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനത്തെ സ്വപ്നങ്ങളെയും അങ്ങനത്തെ ലൈഫ് സ്റ്റൈലും കാണുമ്പോൾ, അത് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് തോന്നേണ്ടത് എനിക്ക് എന്നെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, എൻ്റെ സ്കിൽസ് എങ്ങനെ എനിക്ക് കൂട്ടാൻ പറ്റും, അങ്ങനെ എൻ്റെ ഇൻകം എങ്ങനെ എനിക്ക് കൂട്ടാൻ പറ്റും. എൻ്റെ കൂടിയ ഇൻകം ആയിരിക്കണം എൻ്റെ വലിയ ലൈഫ് സ്റ്റൈലിനെ ഫ്യൂവൽ ചെയ്യേണ്ടത്, അല്ലാതെ എൻ്റെ ലോണുകളായിരിക്കരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കേസ് 1 ആണെങ്കിലും കേസ് 2 ആണെങ്കിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിലെ അൺഎക്സ്പെക്റ്റഡ് എമർജൻസീസിൽ നിന്നാണ്. ഈ അൺഎക്സ്പെക്റ്റഡ് എമർജൻസീസിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ എടുക്കുന്നത് ഈ എമർജൻസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഇൻഷുറൻസിനെ പറ്റി ഓൾറെഡി വിശദമായ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ വിശദമായ ഇൻഡെപ്തിലുള്ള വീഡിയോസും ചെയ്യാൻ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, വാല്യൂ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനേക്കാൾ ഉപരി ഇത് ആവശ്യമുള്ള എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.